ദില്ലിയിലേക്ക് തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തീരുമാനമായില്ലെങ്കിൽ വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്താനാണ് ആലോചന. കേന്ദ്രമന്ത്രിമാരും CJPയും ഇന്ന് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. അതേസമയം സമരക്കാരെ അനുനയിപ്പിക്കാൻ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റാൻ കേന്ദ്രം ആലോചിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തുവരികയാണ്. ഇന്നും ഏതായാലും ഈ സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി കടുത്ത നിയന്ത്രണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 18 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും അടഞ്ഞുകിടക്കുകയാണ്. അതിനിടെ പാറ്റ പ്രയോഗത്തിൽ വിശദീകരണമായി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര രംഗത്തെത്തിയിട്ടുണ്ട്. യുവാക്കളെയല്ല, വ്യാജ ബിരുദം നേടി അഭിഭാഷകരാകുന്നവരെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നതാണ് വിശദീകരണമായി വരുന്നത്. PR സുനിലും ആദിൽ പാലോടുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം ആദിൽ പാലോഡിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് ഇപ്പോൾ ആദിൽ പാലോടുള്ളത്. അതിൽ ചർച്ചയിൽ ഏതായാലും കൃത്യമായ നിലപാട് CJP പറയും. രാജി ഇല്ലാതെ പിന്നോട്ടില്ല. അങ്ങനെ കേന്ദ്ര സർക്കാർ രാജിക്ക് പകരം പോർട്ട്ഫോളിയോ മാറ്റാം, വകുപ്പ് മാറ്റാം എന്നൊരു സമവായ നീക്കം കൂടി നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CJPക്ക് അത് സമ്മതമായിരിക്കുമോ? എന്തായിരിക്കും ഇരു കൂട്ടരുടെയും തുടർ നീക്കങ്ങൾ എന്ന ആകാംക്ഷയുണ്ട്. ഉറപ്പായും ആകാംക്ഷയുണ്ട്. കാരണം ഇന്നലെ വളരെ നിർണായകമായ ചർച്ച, 2 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ഒടുവിൽ സമവായമാകാതെ പിരിയുകയായിരുന്നു. കേന്ദ്രമന്ത്രിമാർ JP നദ്ദയും ജിതേന്ദ്ര സിംഗും തന്നെയാകും ഇന്നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായി 3 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാം എന്നുള്ള ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു. പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ പ്രവർത്തകർക്കെതിരെ, സമരക്കാർക്കെതിരെ കേസെടുക്കില്ല, കേസുകൾ പിൻവലിക്കാമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമാണ്. ഇക്കാര്യം ആ വിഷയത്തിൽ തട്ടി, ഈ ആവശ്യത്തിൽ തട്ടി ഇന്നലത്തെ ചർച്ച തടസ്സപ്പെട്ട് നിന്നപ്പോൾ ഒടുവിൽ എന്നാൽ പിന്നെ നാളെ നമുക്ക് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് JP നദ്ദ പിരിഞ്ഞത്. ഇന്ന് 3 മണിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന്റെ തൊട്ടടുത്താണ് ഞാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചർച്ച നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൗരവ് ദാസും അശുതോഷ് റാഗയും CJP നേതാക്കൾ ചർച്ചയ്ക്ക് എത്തും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല. ഏതെങ്കിലും രൂപത്തിൽ പ്രതിഷേധമോ ആരോപണങ്ങളോ വന്നാൽ കേന്ദ്രമന്ത്രിമാർ രാജിവെക്കുന്ന ഒരു പതിവ് ഇതുവരെ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാരിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വിരളമാണ് എന്നീ ഘട്ടത്തിൽ പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ CJP വീണ്ടും പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോകും, പുതിയ തരം പ്രതിഷേധ രീതികൾ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ CJP തീരുമാനിക്കുന്നു. പലതരം നിയന്ത്രണങ്ങൾ ദില്ലിയിലും ചുറ്റുവട്ടത്തും ഏർപ്പെടുത്തുന്നു. മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു. ഇന്നും രാവിലെ 7:30 മുതൽ മെട്രോ സ്റ്റേഷനുകൾ അടഞ്ഞു കിടക്കുകയാണ്. അർദ്ധരാത്രി വരെ അടഞ്ഞു കിടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ശനി ഞായർ ദിവസങ്ങളിൽ ഇന്നും നാളെയും ദില്ലിയിലെ മദ്യഷോപ്പുകൾ 2 മണിക്കൂർ നേരത്തെ പൂട്ടാനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഇന്നലെ ഓൺലൈൻ ആപ്പുകൾ, ഈ ട്രാവൽ ആപ്പുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്വൈസറി പുറത്തിറക്കിക്കുന്നു. അങ്ങനെ നിയന്ത്രണം കടുപ്പിച്ച് സമരത്തെ തടഞ്ഞു നിർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുകയുമാണ്. PR സുനിൽ കൂടി ചേരുകയാണ്. PR സുനിൽ, അത് എത്രത്തോളം ഫലം കാണും? അങ്ങനെ നിയന്ത്രണങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അത്രയധികം ആളുകളാണ് രാജ്യ തലസ്ഥാനത്തേക്ക് സമരത്തിന് പിന്തുണയുമായി എത്തുന്നത്. അതിനിടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രസ്താവന, അതായത് ഈ CJP പാർട്ടി തന്നെ ഉണ്ടാക്കാൻ, പാറ്റ വിപ്ലവം തന്നെ തുടങ്ങാനിടയായ പാറ്റ പ്രയോഗത്തിൽ അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വരികയാണ്. യുവാക്കളെയല്ല, വ്യാജ ബിരുദം നേടി അഭിഭാഷകരാകുന്നവരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും ആ ഫയർ ഇപ്പോഴിതാ വലിയ പ്രക്ഷോഭമായി മാറുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ. എന്താണ് കേന്ദ്രത്തിന്റെ തുടർനീക്കം? വകുപ്പ് മാറ്റം എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ PR സുനിൽ? വിനീത, ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ BJP നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അംഗീകരിക്കില്ല എന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റലാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ BJP വ്യക്തമായൊരു തീരുമാനമെടുത്തിട്ടില്ല, കേന്ദ്ര സർക്കാരും വ്യക്തമായി തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാർത്ഥികളുടെ സമരം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി, BJPക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ BJPക്ക് അകത്ത് തന്നെയുണ്ട്, കേന്ദ്ര സർക്കാരിന് അകത്ത് തന്നെയുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നത് സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലടക്കം
സജീവമാകാനാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലടക്കം BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും യുവാക്കളുടെ വലിയ പ്രതിഷേധം ഉയരുന്നത് കേന്ദ്ര സർക്കാർ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് രണ്ടാമതൊരു വീഡിയോ കൂടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ആദ്യം ഇറക്കിയ വീഡിയോ വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ച എന്നത് വിമർശനമായിരുന്നു. അപ്പോൾ യുവാക്കളുടെ വലിയ ആക്രമണമായിരുന്നു ആ വീഡിയോക്കെതിരെയൊക്കെ തന്നെ ഉയർന്നു വന്നത്. പക്ഷേ ആ യുവാക്കളുടെ വലിയ പിന്തുണ കിട്ടിയെന്നായിരുന്നു ഇന്നലെ രാത്രി മോദി ഇറക്കിയ വീഡിയോയിൽ പറയുന്നത്. ഏതായാലും മന്ത്രിമാരോടൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിക്കൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുക, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പോകുന്ന നിയമത്തെക്കുറിച്ച് ഫാസ്റ്റ് ട്രാക്ക് കോടതിയെക്കുറിച്ചൊക്കെ തന്നെ പ്രചരണം ശക്തമാക്കാനൊക്കെയുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നോക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നത് ഒറ്റ ആവശ്യമാണ്. ഒരു ഇഞ്ച് പോലും അവർ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അവിടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആ രാജിയില്ലാതെ ഈ സമരം തീരില്ല എന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ സമരത്തിന് തുടക്കം കുറിച്ച അഭിജിത് ദീപ്കെ, CJP പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറ്റ് ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചാലും ആ ആവശ്യം അംഗീകരിക്കാതെ ഈ സമരം തീരില്ല എന്ന് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഏതായാലും അതിലിപ്പോൾ അദ്ദേഹത്തിന് വലിയ ഖേദമുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ തിരുത്തലുകൾ വരുന്നുണ്ട്. ഇന്നലെ NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഡോണ്ട് വേസ്റ്റ് അവർ ടൈം എന്നൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇപ്പോൾ തിരുത്തുന്നുണ്ട്. ഹർജിയിൽ പൂർണ്ണ ഭാഗം ഉണ്ടായിരുന്നില്ല, ഒരു കത്ത് മാത്രം വെച്ചാണ് ഹർജി നൽകിയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമയം പാഴാക്കരുത് എന്നൊരു അഭിപ്രായം പറഞ്ഞതെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത ഇന്നലെ വിശദീകരിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ കേൾക്കും എന്ന സൂചന ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത നൽകുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ അദ്ദേഹത്തിലും ഒരു മാറ്റമുണ്ടാകുന്നുണ്ട്. ആ നിലയിൽ വലിയ സമ്മർദ്ദം, അത് ജുഡീഷ്യറിക്ക് മുകളിലായിക്കോട്ടെ കേന്ദ്ര സർക്കാരിന് മുകളിലായിക്കോട്ടെ, ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിന് മുകളിൽ വലിയ സമ്മർദ്ദമായി യുവാക്കളുടെ ഈ സമരം മാറിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായി ഈ സമരം വരികയാണ്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് ഈ സമരത്തിലെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണ്. സ്വാഭാവികമായും ഇന്നുള്ളതിന്റെ ഇരട്ടി വിദ്യാർത്ഥികൾ നാളെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ദില്ലിയിൽ എവിടെയും ഉള്ളത്. ശരി, ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നത് തന്നെയാണ് CJPയുടെ നിലപാട്.